ശരീരം ക്രിയ ചെയ്യുന്നു, അതിൻ്റെ ഫലം എങ്ങനെയാണ് ആത്മാവിനെ ബാധിക്കുന്നത്. അതായത് ഈ ശരീരം ചെയ്യുന്ന ഈ കർമ്മത്തെ കർമ്മമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, അത് സ്ഥൂല കർമ്മമാണ്. ശരീരം ചെയ്യുന്നത് സ്ഥൂല കർമ്മമാണ്. അതിൽ കർമ്മം ചാർജ് ആവുന്നില്ല. അത് ഡിസ്ചാർജ് പരിണാമമാണ്. അത് പ്രാരാബ്ധമാണ്. അത് വെറും പരിണാമമാണ്. അഹങ്കാരം കൊണ്ട് കർമ്മമുണ്ടാവുന്നു. അഹങ്കാരം കർമ്മമുണ്ടാക്കുന്നു. അത് ഇല്ലാതാക്കാനുള്ള കടമയും അഹങ്കാരത്തിൻ്റേത് തന്നെയാണ്, ആത്മാവിൻ്റേതല്ല. ആരാണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് പ്രതിക്രിയ ചെയ്യേണ്ടത്. ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല. അത് ചഞ്ചലമില്ലാത്തതാണ്. അത് മോക്ഷത്തിലേക്ക് പോയ ശേഷവും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വഭാവത്താൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ മോക്ഷത്തിലേക്ക് പോകുന്ന ആത്മാവ് അവിടെയും ഒരു പുതിയ ലോകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ, റോങ് ബിലീഫ് കൊണ്ട് ആത്മതത്വവും ജഡതത്വവും ഇവ രണ്ടും അടുത്തടുത്തായിരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചം പരമാണുവും അനന്താത്മാവുമാണ്. അത് ഒരുമിച്ചാണ് ഇരിക്കുന്നത്. രണ്ടും ടച്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അവ വെവ്വേറെയല്ല. ഇവയ്ക്ക് രണ്ടിനും തമ്മിൽ ബന്ധമുള്ളതുകൊണ്ട് രണ്ടിനും തമ്മിൽ യോജിപ്പുണ്ടാവുന്നു, ജഡത്തിനും ആത്മതത്വത്തിനും. സയൻറ്റിഫിക് തത്വം ഇതാണ്. രണ്ട് എലിമെൻറ്റ്സ് മിക്സ് ആവുമ്പോൾ തേർഡ് എലിമെൻറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതായത് കോപ്പറും ഗോൾഡും വെവ്വേറെ മിക്സ്ചറാണ്. പക്ഷേ കോപ്പറും 100% ഉണ്ടാവില്ല, ഗോൾഡും 100% ഉണ്ടാവുന്നില്ല. മൂന്നാമതൊന്ന് കാണപ്പെടുന്നു. ഇതുപോലെ ഉള്ളിൽ നിന്ന് മൂന്നാമതൊരു പരിണാമം പുറത്തേക്ക് കാണുന്നു. ഇതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും മിക്സ്ചർ. ഏതെങ്കിലും ഒരാൾക്ക് റോങ് ബിലീഫ് ഉണ്ടെങ്കിൽ അയാൾ കരുതും ജഡതത്വത്തെയും ഞാനാണ് അംഗീകരിക്കുന്നത്, ആത്മതത്വത്തെയും ഞാനാണ് അംഗീകരിക്കുന്നത് എന്ന്. ഇത് രണ്ടും ഒരുമിച്ച് ചേർന്നിരിക്കും. ഇതാണ് അഹങ്കാരം. അയാൾക്ക് റോങ് ബിലീഫ് ഉണ്ടാവുന്നു. ഓരോ കാര്യവും സത്യത്തിൽ ആത്മാവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവൃത്തി എന്ന് വരുമ്പോൾ തന്നെ അത് ജഡതത്വമാണ്. ക്രിയ വെറും ജഡതത്വമാണ്, ആത്മാവിൻ്റേതല്ല. ആത്മാവ് കർമ്മമാണ്, അത് പ്രവർത്തിക്കുന്നു. അഹങ്കാരത്തിന് റോങ് ബിലീഫ് ഉണ്ടാവുന്നു. ഞാനാണെല്ലാം ചെയ്യുന്നത്. അതോടെ കർമ്മം ചാർജ് ആവുന്നു. പരമാണു ചാർജ് ആവുന്നു. ചാർജ്ഡ് പരമാണു ആയിക്കൊണ്ടിരിക്കുന്നു. അത് കളക്ട് ആവുന്നു, ഡിസ്ചാർജ് ആവുന്നു. അതിൻ്റെ കർമ്മത്തിൽ എന്താണ് വ്യത്യാസം? കർമ്മം ചാർജായി എന്ന് പറയുന്നു. ഇത് സയൻറ്റിഫിക്കലി അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇത് ഡിസ്ചാർജ് ആവുമ്പോൾ ഡിസ്ചാർജ് കർമ്മത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. ചാർജ് വളരെ സൂക്ഷ്മ പരിധിയിലാണുള്ളത്. അത് കണ്ടുപിടിക്കാനാവില്ല. അത് കഴിഞ്ഞ ജന്മത്തിൻ്റെതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഡിസ്ചാർജ് ആയ കാര്യങ്ങൾ നിങ്ങൾ ഇൻവോൾവ് ആയിരിക്കുന്നു. അതാണ് കാണുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ദൃഷ്ടിക്ക് അതുവരെ കടന്നു പോകാനാവില്ല. അതിനുള്ള കഴിവ് നിങ്ങൾക്കപ്പോൾ ഉണ്ടാവില്ല. മാതാജി, താങ്കൾ ശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞില്ലേ? നമ്മുടെ ശരീരമാണ് നമുക്ക് ദുഃഖങ്ങളും പീഡനങ്ങളും തരുന്നത്. ഇങ്ങനെ നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന, നമ്മെ ദുഃഖിപ്പിക്കുന്ന ശരീരത്തെ ശുദ്ധാത്മാവാക്കണമെങ്കിൽ എന്ത് ക്രിയ ചെയ്യണം? ആത്മാവും ശരീരവും വെവ്വേറെയാണ്. നാം ഒരു കാര്യം കാണുമ്പോൾ അതെൻ്റേതാണ് എന്ന് പറയുന്നു. പക്ഷേ അത് ടോട്ടലി സെപ്പറേറ്റ് ആണ്. രണ്ടും ടോട്ടലി സെപ്പറേറ്റ് ആണ്. അവ രണ്ടും 100% സെപ്പറേറ്റ് ആണ്. നമുക്കൊരു റോങ് ബിലീഫ് ഉണ്ട്. രണ്ട് കാര്യങ്ങളും യോജിച്ച് അടുത്തടുത്തിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം സാധ്യമാവുമ്പോൾ കരുതും ഇത് ഞാനാണ് ചെയ്യുന്നത് എന്ന്. അത് റോങ് ബിലീഫാണ്. അവയർനെസ് ഉണ്ടാവുമ്പോൾ, റിയൽ ആത്മാവിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ നമുക്കിത് സ്പഷ്ടമാവും. ഇത് അരികിൽ നടക്കുന്നതാണ്, എനിക്കൊന്നും സംഭവിക്കുന്നില്ല. ഇത് അരികിലുള്ള ശരീരത്തിനാണ് ഉണ്ടാവുന്നത്, എനിക്കൊന്നും സംഭവിക്കുന്നില്ല. ഇത് റിസീവ് ചെയ്യുന്ന അഹങ്കാരമല്ലേ, അതിനും അപ്പോൾ സ്ഥാനമുണ്ടാവില്ല. അഹങ്കാരം എന്നത് ശരീരം അതിൻ്റെ എഫക്റ്റ് എന്താണ് എന്ന് പറയുന്നതാണ്. ശരീരത്തെ നിങ്ങൾ ഒരുപക്ഷെ ചൂടാക്കിയാലും തണുപ്പിച്ചാലും അങ്ങനെ എന്ത് സെൻസ് ഉണ്ടാവുകയാണെങ്കിലും തന്നെ അതിൻ്റെ എഫക്റ്റാണ് അത് പറയുന്നത്. അഹങ്കാരം കരുതുന്നു ഇത് എനിക്കാണ് സംഭവിക്കുന്നത് എന്ന്. തലവേദന ഉണ്ടാകുമ്പോൾ അഹങ്കാരം പറയുന്നു എനിക്കാണ് വേദനിക്കുന്നത്, ഞാനും അതിൽ ഇൻവോൾവ് ആണെന്ന് തന്നെയും അതിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നു. എല്ലാം ഒരുമിച്ച് ചേർന്നതാണ് എന്ന് കരുതുന്നു. താങ്കൾ ശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞുവല്ലോ. എനിക്കെന്തു വേദനയും രോഗവും വന്നാലും അത് സഹിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ? അതായത് നിങ്ങൾ ശുദ്ധാത്മാവിനെ സെപ്പറേറ്റ് ആക്കിയിട്ടില്ല. സെപ്പറേഷൻ നിങ്ങൾക്ക് ഇനിയും അതിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ മനസ്സിലായോ? പരിശ്രമിക്കണം. സാധ്യമാവുന്നതുവരെ ശ്രമിക്കണം. ദുഃഖങ്ങളുണ്ടാവും, സങ്കടങ്ങൾ വരും. പക്ഷെ അവയൊന്നും ആത്മാവിനെ സ്പർശിക്കുന്നില്ലെന്ന് ഓർമ്മ വേണം. അപ്പോൾ അവയർനെസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് പോവില്ല. മൃത്യു ഏർപ്പെടുമ്പോൾ പോലും അത് കൂടെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ കോമ സ്റ്റേജിൽ പോലും അവയർനെസ് ഉണ്ടാവും.
ഈയിടെ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇഫ് ഐ ടെൽ യു യു വോണ്ട് ബിലീവ് ബട്ട് ഇറ്റ് ഹാപ്പൻഡ്. ഈയിടെ സെപ്റ്റംബർ മാസം ഞാൻ രാജ്കട്ടിലേക്ക് പോയിരുന്നു. അവിടെ 85 വയസ്സുള്ള ഒരു വൃദ്ധയുണ്ടായിരുന്നു. അയാൾ ജ്ഞാനദീക്ഷ വാങ്ങിച്ചു. മകനും എല്ലാവരും ജ്ഞാനദീക്ഷ വാങ്ങിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനും മറ്റും ബാംഗ്ലൂരിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെയാണ് ബിസിനസ് ചെയ്യുന്നത്. വൃദ്ധൻ ഒറീസയിലെ രാജ്കോട്ടിൽ, അവിടെ അദ്ദേഹത്തിനൊരു വീടുണ്ടായിരുന്നു. ജ്ഞാനദീക്ഷ വാങ്ങിയതിന് ശേഷം മകൻ്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് അദ്ദേഹവും പോയി. 3 ആഴ്ച മുൻപ് ഞങ്ങൾക്ക് രാജ്കോട്ടിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഫോൺ ചെയ്തു. അതായത് ജ്ഞാനദീക്ഷ വാങ്ങിയ ശേഷം അച്ഛൻ ജ്ഞാനത്തോടെയാണ് ജീവിച്ചത്, ശുദ്ധാത്മാവായിട്ട് തന്നെയാണ് ജീവിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന് 85 വയസ്സായിരുന്നത് കൊണ്ട് കിഡ്നി ഫെയിലിയർ ആവുകയുണ്ടായി. വളരെ സീരിയസ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തിന് സുഖം പ്രാപിക്കാൻ പ്രയാസമാണ്, കാരണം പ്രായം കുറയായി എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും താങ്കൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം, ധ്യാനം ചെയ്യണം. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥിതി മോശമാവുകയാണെങ്കിൽ കോമ സ്റ്റേജിലായാൽ ആത്മാവിന് എന്തെങ്കിലും സംഭവിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അഥവാ കോമ സ്റ്റേജിലായാലും ഞാനും എങ്ങും പോവില്ല, നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അയാൾ വീണ്ടും പറഞ്ഞു, എന്നാലും താങ്കൾ അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ രാജ്കോട്ടിലാണ്, നിങ്ങളുടെ അച്ഛൻ ബാംഗ്ലൂരിലെ ആസ്പത്രിയിലാണ്, ഇൻറ്റൻസീവ് കെയറിലാണുള്ളത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് പറയാനുള്ളത് ഫോണിലൂടെ പറഞ്ഞാലും മതി. ഞങ്ങളുടെ അടുത്ത് മൊബൈലുണ്ട്, അയാളുടെ അടുത്തും മൊബൈലുണ്ട്. സ്പീക്കറിൽ സംസാരിച്ചാലും വൃദ്ധൻ്റെ കാതിൽ വീഴില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാത് സ്പീക്കറിൻ്റെ അടുത്ത് വെച്ച് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറയൂ, ഞാൻ ശുദ്ധാത്മാവാണ്, ഞാൻ ജ്ഞാനദീക്ഷ പ്രാപിച്ചിട്ടുണ്ട് എന്നൊക്കെ ഷോർട്ടായി പറഞ്ഞു കൊടുത്തു. പിന്നീട് അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ മകൾ ഫോൺ ചെയ്യുകയുണ്ടായി. അല്ല, അടുത്ത ദിവസമല്ല, 4-5 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഫോൺ ചെയ്തു. താങ്കൾ അന്ന് സംസാരിച്ചതിന് ശേഷം എൻ്റെ അച്ഛൻ പെട്ടെന്ന് കോമയിൽ നിന്ന് വിമോചിതനായിരിക്കുന്നു. 3 ദിവസം അദ്ദേഹം ഫുൾ അവയർനെസ്സോടെ ഉണ്ടായിരുന്നു. ഞങ്ങളോട് എല്ലാവരോടും സംസാരിച്ചു. വളരെ സാധാരണ രീതിയിലാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എപ്പോഴും ശുദ്ധാത്മാവായിരുന്നു, അങ്ങനെ തന്നെ തുടർന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ലൗകിക ജീവിതം ജീവിക്കാൻ ഇഷ്ടമല്ല, ഞാൻ ആത്മാവിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു എന്ന്. പിന്നീട് അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലുള്ള എല്ലാവരും അയാളുടെ സ്നേഹത്തോടെ പെരുമാറി, സന്തോഷത്തോടെ ഇരുന്നു. പിന്നീട് അദ്ദേഹം ഒരു ദിവസം നിര്യാതനായി. പക്ഷേ ഒരു കാര്യത്തിൽ എല്ലാവരും സന്തോഷിച്ചു. അതായത് അദ്ദേഹത്തിന് ഫുൾ അവയർനെസ് ഉണ്ടായിരുന്നു. താൻ ശുദ്ധാത്മാവാണെന്ന ബോധത്തോടെയായിരുന്നു നിര്യാതനായത് എന്ന് പറഞ്ഞു. നമുക്ക് ഈ റിയൽ അവയർനെസ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? അപ്പോൾ അത് സ്ഥിരമാവുന്നു. അമ്മായിയമ്മയ്ക്കും മരുമകൾക്കുമുള്ള വഴക്കിൽ അമ്മയും മകനും ഭർത്താവും ഈ പൊസിഷൻസ് എങ്ങനെയാണ് പുരുഷൻ ബാലൻസ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു സൈഡിന് സപ്പോർട്ട് ചെയ്യരുത്. ഇതാര് ചോദിച്ചതാണ്? ഏതോ ഭർത്താവിൻ്റെതായിരിക്കുമെന്ന് തോന്നുന്നു. താങ്കളുടേതാണോ? ഞാനാണ് കൊടുത്തയച്ചത്. ഓ, നിങ്ങളാ ചോദിച്ചതല്ലേ, കൊള്ളാം. നിങ്ങൾ പറഞ്ഞില്ലേ അദ്ദേഹം ബാലൻസ് നിലനിർത്തണമെന്ന്. ഭർത്താവ് ബാലൻസോടെ ഇരിക്കണം. അദ്ദേഹത്തിൻ്റെ വിഷനിൽ കറക്റ്റ്നെസ് ഉണ്ടായിരിക്കണം. എന്താണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, അമ്മ അദ്ദേഹത്തോട് വളരെ സ്ട്രോങ് ആയി പറയുമ്പോൾ ഭർത്താവ് കരുതും അമ്മ പറഞ്ഞതാണ് ശരിയെന്ന്. ഭാര്യ പറയുമ്പോൾ, അവൾ ട്വിസ്റ്റ് ചെയ്ത് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കരുതും ഭാര്യ പറഞ്ഞതാണ് വളരെ ശരിയെന്ന്. രണ്ടുപേരും പറയുന്നത് അയാൾ കേൾക്കുന്നു. ഭാര്യ പറയുന്നത് കേട്ടാൽ അതാണ് ശരിയെന്ന് തോന്നും, ഭാര്യ പറയുന്നത് അംഗീകരിക്കും. ചിലപ്പോൾ അമ്മ പറയുന്നത് കേൾക്കേണ്ടി വരും, അമ്മ പറയുന്നത് ശരിയാണ് എന്ന് കരുതും. ഇങ്ങനെ ചെയ്ത് എപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭാര്യ പറയുന്നത് ശരിവെക്കും. കാരണം അദ്ദേഹം ഭാര്യയുടെ ഡിപ്പെൻഡൻ്റ് ആവുന്നു. അതുപോലെ ഭാര്യയ്ക്കും രണ്ടാൾക്കും പരസ്പരം വേർപിരിക്കാനാവില്ല. അതുകൊണ്ട് അവർ പറയുന്നത് അംഗീകരിച്ചേ പറ്റൂ. ചിലപ്പോൾ അറിഞ്ഞും ചിലപ്പോൾ അറിയാതെയും അവളുടെ പക്ഷത്തായിരിക്കും ചേരുന്നത്. ഇതിൽ ബാലൻസ് ചെയ്യേണ്ടത് ഭർത്താവിൻ്റെ കടമയാണ്. ഇത് വളരെ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട കാര്യമാണ്. അദ്ദേഹം വളരെ ശ്രദ്ധ പാലിക്കേണ്ടതാണ്.
അദ്ദേഹത്തിൻ്റെ ബിഹേവിയറിൽ ഒരിക്കലും മകൻ ഭാര്യയുടെ പക്ഷത്താണ്, എൻ്റെ പക്ഷത്തല്ല എന്ന് അമ്മയ്ക്ക് തോന്നാൻ പാടില്ല. അതുപോലെ തന്നെ ഭാര്യയ്ക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല, ഭർത്താവ് എൻ്റെ പക്ഷത്തല്ല അമ്മയുടെ പക്ഷത്താണ് എന്ന്. രണ്ടുപേർക്കും അയാൾ പറയുന്നത് ശരിയാണ്, ഒരിക്കലും തെറ്റ് പറയില്ല എന്ന് തോന്നാൻ ഇടയാവണം. അതിനുവേണ്ടി ഭർത്താവ് ഇമോഷണൽ ആവുന്നു. ഇതൊരിക്കലും ശരിയല്ല. അയാൾ ഒരിക്കലും ധൈര്യം കൈവിടാൻ ഇടയാവരുത്. ഭാര്യ പറയും, നിങ്ങളുടെ അമ്മ ഇത് ചെയ്തു അത് ചെയ്തു, എൻ്റെ അമ്മ അങ്ങനെ ചെയ്തു. അയാൾ ഇമോഷണൽ ആവുന്നു. ഭാര്യ എന്തെങ്കിലും ചെയ്തു എന്നിരിക്കട്ടെ, അമ്മ പറയും ഭാര്യ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, എന്താ അവൾ അങ്ങനെ ചെയ്തു, അവളെ ശരിയാക്കി കൊടുക്കാം. ഇതൊക്കെ ഇമോഷണലാണ്. ഇങ്ങനെ ഇമോഷണൽ ആവാൻ പാടില്ല. ധൈര്യത്തോടെ പറയണം, ശരി അമ്മേ, അമ്മ പറഞ്ഞ് ഞാൻ കേട്ടു, അത് അന്വേഷിക്കാം, അതിനെന്ത് ചെയ്യണമോ ഞാൻ ചെയ്തോളാം. എന്ത് ചെയ്യാനാ അമ്മേ, അവൾ ഈ വീട്ടിലേക്ക് വന്നതല്ലേ. ഇനി അമ്മയായാലും ഞാനായാലും അവളായാലും ഓരോരുത്തരും മറ്റുള്ളവരുമായി വളരെ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. വേറെ എന്ത് ചെയ്യാനാ, വേറെ എന്താ വഴി? അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ പോയാൽ നമ്മുടെ കുടുംബം മുഴുവനും തകർന്നു പോകും. ഞാൻ ഈ കുടുംബം തകർക്കണം എന്ന് അമ്മ കരുതുന്നുണ്ടോ? അമ്മയ്ക്ക് അത് ഇഷ്ടമാണോ? അങ്ങനെ പറഞ്ഞ് അമ്മയെയും പറഞ്ഞ് മനസ്സിലാക്കണം, ഭാര്യയ്ക്കും അതുപോലെ മനസ്സിലാക്കി കൊടുക്കണം. രണ്ടുപേരും ഒരു കാര്യത്തെക്കുറിച്ച് ഇൻസിസ്റ്റ് ചെയ്തേ പറ്റൂ. അതായത് ഓരോരുത്തരുടെയും സ്വഭാവം വെവ്വേറെയാണ്, അതൊരിക്കലും നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്താണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ ഒരു കുടുംബം വിജയിക്കൂ, ഇല്ലെങ്കിൽ അത് വിജയിക്കില്ല. അഥവാ അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് സെപ്പറേഷൻ ഉണ്ടാവുന്നു. ഒന്നുകിൽ അമ്മായിയമ്മ തനിച്ചു പോവും, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് തനിച്ചു പോവും. അദ്ദേഹം എപ്പോഴും സത്യത്തിൻ്റെയും ശരിയുടെയും പക്ഷത്തായിരിക്കുമോ? അതോ താങ്കൾ പറഞ്ഞില്ലേ, അദ്ദേഹം ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു പക്ഷം സംസാരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഡെലിബറേറ്റായും അങ്ങനെ ചെയ്തുകൂടെന്നില്ലല്ലോ. ഓരോരുത്തരും അവരവരുടേതായ വിധത്തിൽ ചിന്തിക്കുന്നു. അവരും ചിലപ്പോൾ സ്വാർത്ഥരാവാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരുടെ പക്ഷത്ത് ചേർന്നാലാണ് അവർക്ക് നല്ലത് എന്നവർ ചിന്തിക്കുന്നു. അതല്ലേ ശരി? അങ്ങനെയല്ല അവർ ചിന്തിക്കുന്നത്. ആരുടെയും പക്ഷം ചേരേണ്ട ആവശ്യമേ ഇല്ല. പക്ഷം ചേരുന്നത് കൊണ്ടാണ് കൂടുതൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്, അല്ലേ? ന്യായത്തെയും അന്യായത്തെയും കുറിച്ച് ചിന്തിക്കുന്ന കാര്യം ഉദിക്കുന്നേയില്ല. ഇതിലെവിടെയാണ് അന്യായം ഉണ്ടാവുക? എന്തായാലും അതിൽ ന്യായമുണ്ടാവും. അത് കറക്റ്റ് ആയിരിക്കും, അല്ലേ? എന്താ ന്യായമാണ് എന്ന് അയാളുടെ ബുദ്ധി പറയുന്നു. അയാളുടെ കപ്പാസിറ്റി എന്തായിരിക്കും, അതാണ് അയാൾ എക്സാക്റ്റായി ചെയ്യുന്നത്. അത്രേ കപ്പാസിറ്റി ഉള്ളൂ. അത് ശരിയാണ്. എന്നാൽ അത് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതിരിക്കില്ല. ഏതായാലും അദ്ദേഹത്തിന് രണ്ടാളെയും സന്തോഷിപ്പിക്കാനാവില്ല. ഒരാൾ സന്തോഷിപ്പിച്ചാൽ മറ്റൊരാൾ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെയും അയാൾക്ക് ഈ വീക്ക്നെസ് ഉണ്ടാവുന്നത്. അയാൾക്ക് രണ്ടാളെയും സന്തോഷിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടാ, മനസ്സിലായോ? അതുകൊണ്ട് ചിലപ്പോൾ ഒരാളെ സന്തോഷിപ്പിച്ച് മറ്റൊരാളെ ദുഃഖിപ്പിക്കും. പിന്നീട് അത് തിരിച്ചായിരിക്കും, ടേൺ ബൈ ടേൺ. ഒരിക്കൽ ഒരാളെ സന്തോഷിപ്പിക്കും, അടുത്ത പ്രാവശ്യം ഒരാളെ ആശ്വസിപ്പിച്ച് അടുത്തയാളെ സന്തോഷിപ്പിക്കും. ടേൺ ബൈ ടേൺ സന്തോഷിപ്പിക്കേണ്ടി വരും. അങ്ങനെ അവർക്കുള്ള ആ സന്തോഷം ബാലൻസ് ആവുന്നു. അന്യായം നടന്നവരുടെ മനസ്സിൽ തീർച്ചയായും ഗ്രഡ്ജ് ഉണ്ടാവും. അവർക്ക് പിന്നീട് അത് ശരിയാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സത്യത്തിൽ അന്യായം നടന്നവർക്ക്, അങ്ങനെ തോന്നുന്നവർക്ക്, അത് സ്വന്തം വ്യൂ പോയിന്റിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അമ്മായിയമ്മയ്ക്ക് തോന്നും മരുമകൾ എന്നോട് അന്യായം കാണിച്ചു, മകൻ അന്യായം കാണിച്ചു. പിന്നെ മരുമകൾക്ക് തോന്നും അമ്മായിയമ്മ എന്നോട് അന്യായം കാണിക്കുന്നു, ഭർത്താവ് എന്നോട് അന്യായം കാണിക്കുന്നു. ഇങ്ങനെ രണ്ടുപേർക്കും അന്യായമാണെന്ന് തോന്നിയാൽ എവിടെയാണ് ന്യായം ഉണ്ടാവുക? കാരണം ഓരോരുത്തർക്കും അവരവരാണ് ന്യായം എന്ന് തോന്നുന്നു. മുന്നിലുള്ളവർക്ക് തോന്നും അവരാണ് കറക്റ്റ് എന്ന്. പക്ഷേ പിന്നെ എവിടെ നിന്നാണ് ന്യായം കിട്ടുക? അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്ത് ഡിഫറൻസ് ആണ് ഉണ്ടാവാൻ പോകുന്നത്? ഇത് രണ്ടും സത്യമല്ല. രണ്ടുപേരും പറഞ്ഞത് സത്യമല്ല. രണ്ടുപേര് പറഞ്ഞതും തെറ്റാണ്. ഭാര്യ അവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് പറയുന്നു, അമ്മ അവരുടെ വ്യൂ പോയിന്റിൽ നിന്നാണ് പറയുന്നത്. ഭർത്താവിന് ഒരു അല്പം കോമൺ സെൻസ് ഉണ്ടാവണം. അവർ രണ്ടാളും പറയുന്നത് ആരുടെ ഭാഗത്തും ശരിയല്ല എന്ന് അയാൾ മനസ്സിലാക്കണം. പുറമേ വേണമെങ്കിൽ ആശ്വസിപ്പിക്കാനായി ശരി, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയാം. പക്ഷെ ഉള്ളിൽ ഇവർ രണ്ടുപേരും പറയുന്നതിൽ സത്യമില്ല എന്ന് അയാൾ മനസ്സിലാക്കണം. സത്യത്തിൽ രണ്ടുപേരും കറക്റ്റ് ആയിരിക്കില്ല. അമ്മായിയമ്മയുടെയും മരുമകളുടെയും കാര്യത്തിൽ മേജറാണ് എന്ന് പറയത്തക്കതായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. എല്ലാം തികച്ചും ലൗകിക കാര്യങ്ങളാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ അമ്മായിയമ്മയ്ക്ക് തോന്നും. അതായത് ഞാൻ ചില ഉദാഹരണങ്ങൾ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരാം. അമ്മായിയമ്മ
മരുമകളെക്കുറിച്ച് പറയാറുള്ള കുറ്റങ്ങൾ വളരെ നിസ്സാരമായിരിക്കും. ഇവൾ അനാവശ്യമായി ചിലവാക്കുന്നു, ഭക്ഷണം പാഴാക്കുന്നു, നിറയെ ചോറുണ്ടാക്കി വേസ്റ്റാക്കുന്നു, പരിപ്പുണ്ടാക്കിയത് മുഴുവനും വേസ്റ്റാക്കി, ഞാൻ എത്ര പറഞ്ഞാലും അവൾ ഒന്നും കേൾക്കുന്നില്ല. എന്നിട്ട് അമ്മ അളന്ന് പരിപ്പ് കൊടുക്കും, അരിയും അളന്നു കൊടുക്കും, കാരണം അവൾ കറക്റ്റ് അല്ല. അപ്പോൾ മരുമകൾക്ക് തോന്നും, ഞാൻ അത്ര അറിവില്ലാത്തവളാണോ, എനിക്കെന്താ ഒന്നും ചെയ്യാൻ അറിയില്ലേ. ചിലപ്പോൾ കൂടി പോവും, ചിലപ്പോൾ കുറയും. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇന്ന് ആരും കഴിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യും? അവർ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നതുകൊണ്ടല്ലേ എല്ലാം ബാക്കിയായത്. ഓരോരുത്തർക്കും അവരവരുടേതായ വ്യൂ പോയിന്റ്സ് ഉണ്ട്. അവർ കരുതും ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്, അമ്മായിയമ്മ കരുതും ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന്. ഹസ്ബൻഡ് എന്താണ് ചെയ്യേണ്ടത്? അമ്മായിയമ്മ പറയും, കണ്ടില്ലേ നിന്റെ ഭാര്യ എത്ര പക്കാവടയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ഭർത്താവ് പറയും, അവളെപ്പറ്റി അമ്മ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അയാൾ വ്യക്തമായി പറയണം, അമ്മേ ഞാൻ സമ്പാദിക്കുന്നു, അച്ഛനും സമ്പാദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും സമ്പാദിക്കുന്നില്ല. അഥവാ ഇവളെ ഇത്ര ചോറോ ഇത്ര പരിപ്പോ പാഴാക്കി കളഞ്ഞാലും സാരമില്ല. ഒരു വർഷത്തേക്ക് നഷ്ടം കണക്കിട്ടാൽ പോലും 1000 രൂപ പോലും ഉണ്ടാവില്ല. പരിപ്പിനും അരിക്കും അത്ര വിലയില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ മനസ്സിന് വിഷമം തട്ടിയാൽ വില എന്തായിരിക്കും? ഭർത്താവ് ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതാണ്. ഡോൺ വറി, അഥവാ ബാക്കി വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ വിശന്ന് വലയുന്നവർക്ക് കൊടുക്കണം. ഗാർബേജിൽ കളയുകയല്ല വേണ്ടത്. നീ എന്തിനാ വിഷമിക്കുന്നത്? നീ വെറുതെ വിഷമിച്ചിട്ട് കാര്യമില്ല. ഞാനില്ലേ നിനക്ക്, എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് കൊണ്ടുവന്ന് തരില്ലേ. ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അമ്മ കരുതും ഞാനാണ് ഈ വീട് നടത്തിക്കൊണ്ട് വന്നത്, ഇപ്പോൾ എല്ലാം പാഴായിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും പാത്രം വീണുടഞ്ഞാൽ ഉടനെ പറയും, ഞാൻ എത്ര കഷ്ടപ്പെട്ട് ചേർത്ത് വെച്ചതാ, അത് നീ പൊട്ടിച്ചില്ലേ. ഇങ്ങനെ വീട്ടിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ഇങ്ങനെ വഴക്കിടാൻ തുടങ്ങിയാൽ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ശരിയായി നടക്കുമോ? ഇങ്ങനെ വഴക്ക് തുടർന്ന് വലുതാവുന്നു. എല്ലാം നെഗറ്റീവ്, എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ. ഭർത്താവ് ഈ കാര്യങ്ങളിലെല്ലാം ബാലൻസ് നിലനിർത്തണം. അഥവാ വീട്ടിൽ ഏതെങ്കിലും പാത്രം ഉടയുകയാണെങ്കിൽ, ഒരുപക്ഷെ ഒരു ടീ സെറ്റ് ഉടഞ്ഞാൽ അയാൾ ഉടനെ അതിൻ്റെ ആ ക്രോക്കറീസിൻ്റെ വില അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, സാരമില്ല അമ്മേ, പോയത് പോട്ടെ, അമ്മ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചേക്ക് എന്ന് പറയണം. വഴക്കുണ്ടാവുന്നത് അതിനൊന്നുമല്ല, അധികാരത്തെക്കുറിച്ചുള്ള പോളിറ്റിക്സ് നടക്കുമ്പോൾ ഓരോ വീട്ടിലും പോളിറ്റിക്സിന്റെ പങ്ക് തീർച്ചയായും ഉണ്ടാവും. ജനങ്ങൾ പോളിറ്റിക്സിന് വേണ്ടി വഴക്കിടുന്നു, അവർക്കത് ഇഷ്ടമാണ്. പുറത്തും ഇതുപോലെ വളരെ വലിയ പോളിറ്റിക്സ് ഉണ്ടാവും. അതുപോലെ വീട്ടിലും ഇതുതന്നെയാണ് നടക്കുന്നത്. ഭീഷണിപ്പെടുത്തുന്നതിലൊന്നും ജനങ്ങൾക്ക് താല്പര്യമില്ല. എന്നാൽ വീട്ടിലും അധികാരം സ്ഥാപിക്കുന്ന കാര്യത്തിൽ മാത്രമേ എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കുന്നുള്ളൂ. അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ വീട്ടിൽ അതായത് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ വഴക്കിടേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. കുടുംബത്തിൽ അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വഴിയില്ല. വീട്ടിൽ നടക്കുന്ന പോളിറ്റിക്സ് ഇല്ലേ, അത് മുടി പിന്നുന്നത് പോലെയുള്ള ഒരു പോളിറ്റിക്സ് ആണ്. അല്ലല്ല, മാത്രമല്ല അങ്ങനെയുള്ള പോളിറ്റിക്സ് ഞാൻ എനിക്ക് താങ്കളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് അമ്മായി അമ്മയ്ക്കും മരുമകൾക്കും വഴക്കുണ്ടാകുമ്പോൾ ഫാദറിലോ ഇല്ലേ, അദ്ദേഹം എപ്പോഴും മരുമകളുടെ പക്ഷം ചേരും. ഇങ്ങനെ സീനിയർ സിറ്റിസന്റെ അടുത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം ഭാര്യ പറയുന്ന അല്ല സ്വീകരിക്കാറ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന്. സ്വാർത്ഥത കൊണ്ടാണ് മരുമകളെ സപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല. എപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. അല്ലല്ല, ഇതുകൊണ്ട് ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? മറുഭാഗത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ, അമ്മായിയമ്മയെ കുറിച്ച് ആലോചിക്കൂ. ഫാദറിലോ ഉണ്ടല്ലോ, അദ്ദേഹം ഭാര്യയെ ജീവിതകാലം മുഴുവനും മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഓരോ ചലനങ്ങളും അറിയാം. ഭാര്യ ക്രേസിയാണ് എന്ന് അയാൾക്കറിയാം. എന്നാൽ മരുമകളെക്കുറിച്ച് അയാൾക്ക് മനസ്സിലായിട്ടില്ല. നല്ലവളാണ് എന്ന് തോന്നുന്നു, പക്ഷെ ഭാര്യയുടെ പെരുമാറ്റത്തെക്കുറിച്ച് അയാൾക്കറിയാം. അവൾ എന്നെ കഷ്ടപ്പെടുത്തുന്നില്ലേ. എപ്പോഴും രണ്ടുപേരും തമ്മിൽ വഴക്ക് തന്നെയാണ്. അതുകൊണ്ട് അയാൾ കരുതും ഇവൾ ഇങ്ങനെ തന്നെയാ, പക്ഷെ മരുമകൾ നല്ലവളാ. ഈ നൂറ്റാണ്ടിലെ പഠിപ്പും വിദ്യാഭ്യാസമുള്ള മരുമക്കളുണ്ടല്ലോ, അവർക്ക് ഈ ടെക്നിക്ക് നന്നായി അറിയാം. എങ്ങനെയാണ് ഭർത്താവിനെ കയ്യിലെടുക്കേണ്ടത് എന്നറിയാം. ഭർത്താവിന്റെ അച്ഛനെ കയ്യിലെടുക്കാനും അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് എപ്പോഴും സ്ത്രീകൾക്ക് പുരുഷന്മാരെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. സ്ത്രീകളുമായിട്ടേ പ്രശ്നമുണ്ടാവും. കാരണം രണ്ടുപേർക്കും അധികാരത്തിന്റെ സംഘട്ടനമാണ്. ഇതിൽ മരുമകളും മോശമല്ല, അമ്മായിയമ്മയും മോശമല്ല. രണ്ടുപേരും തുല്യരാണ്. സ്ത്രീകളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അതിൽ മോഹമുണ്ട്, കപടമുണ്ട്, വൈരാഗ്യമുണ്ട്, സ്വാർത്ഥതയുണ്ട്, സെക്യൂരിറ്റി. അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട്. അമ്മായിയമ്മയ്ക്ക് മകൻ താൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി തോന്നാനിടയാവും. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാറുണ്ട്.
ഇവൻ മരുമകളുടെ വലയിലായല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി ഫാദർ ഇൻ ലോയും കൂടി സപ്പോർട്ട് ചെയ്താൽ പ്രശ്നം കൂടുതലാവും. എനിക്കും ഭർത്താവിനും വയസ്സായി. ഈ വയസ്സുകാലത്ത് മരുമകൾ അധികാരം ഏറ്റെടുത്താൽ ഞങ്ങളുടെ ഗതി എന്താവും? ആദ്യം മുതൽക്ക് തന്നെ അവർക്ക് ഇങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടാവുന്നു. എന്നിട്ട് ഇൻസെക്യൂരിറ്റി കാരണം അവർ കൂടുതൽ പൊസസീവായി തീരുന്നു, സ്വന്തം സെക്യൂരിറ്റിക്ക് വേണ്ടി, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി. എല്ലാം ഒരേ സർക്കുലർ മോഷൻ തന്നെയാണ്. ഇതിനൊരിക്കലും അവസാനം ഉണ്ടാവുന്നില്ല. ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ആർക്കാണോ സമാധാനം വേണ്ടത് അവർ ബുദ്ധിയോടെ അതിൽ നിന്ന് പുറത്തു കടക്കണം. ഇല്ലെങ്കിൽ മുൻപോട്ട് പോകാനാവില്ല, അവർക്ക് രക്ഷപ്പെടാനും ആവില്ല, പോളിറ്റിക്സിൽ നിന്ന് പുറത്തു കടക്കാനാവില്ല. അത് ഡൽഹിയിലെ പൊളിറ്റീഷ്യൻ ആയാലും ശരി, വീട്ടിലെ പൊളിറ്റീഷ്യൻ ആയാലും ശരി, നാം ആണ് മനസ്സിലാക്കി പുറത്തു കടക്കേണ്ടത്. ഇങ്ങനെ തന്നെ ഉണ്ടാവൂ. നമുക്ക് ഈ പോളിറ്റിക്സ് ഇഷ്ടമല്ലെങ്കിൽ നാം അതിൽ നിന്ന് പുറത്തു കടക്കണം, അത്ര തന്നെ. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാനത് അക്സെപ്റ്റ് ചെയ്യാം. ബി ഹാപ്പി. സത്യത്തിൽ ഓരോ സ്ത്രീയും ആദ്യം മരുമകളാകും, പിന്നെ അമ്മായിയമ്മയാകും. ഈ അമ്മായിയമ്മമാർ ഒരിക്കൽ തങ്ങൾ എങ്ങനെയായിരുന്നുവെന്ന് ആലോചിച്ചാൽ പിന്നീട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതെ, അമ്മായിയമ്മയും ഒരിക്കൽ മരുമകൾ തന്നെയായിരുന്നു. നമ്മുടെ വീട് ഒരു അണിയറയാണ്. അവിടെ പലതരത്തിലുള്ള നാടകങ്ങൾ അരങ്ങേറാറുണ്ട്. അതിൽ ആരാണ് ജയിക്കുന്നത്, ആരാണ് വിജയിക്കുന്നത് എന്ന് അവരുടെ മനസ്സിൽ തോന്നും. അത് അങ്ങനെ തോന്നാൻ അതെന്താണെന്ന് വെച്ചാൽ സാധ്യതയില്ലേ? സൈക്കോളജി. അതൊരു സൈക്കോളജി. എന്താണെന്ന് വെച്ചാൽ, ഒരു അമ്മായിയമ്മ ഒരു മരുമകൾക്ക് തൻ്റെ അമ്മായിയമ്മയുമായി എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, ആ പ്രോബ്ലംസ് അവൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാതെ പോയാൽ അത് മുഖേന സഫറിങ്സ് ഉണ്ടാവുന്നു. അതുകൊണ്ട് മനസ്സിൽ ഒരു തീരുമാനമെടുക്കുന്നു, ഞാൻ അമ്മായിയമ്മയാവുമ്പോൾ എൻ്റെ മരുമകളെ ഇങ്ങനെ ദുഃഖിപ്പിക്കില്ല, അവൾക്ക് കഷ്ടപ്പാടുണ്ടാക്കില്ല. എന്നാൽ അവൾ അമ്മായിയമ്മയാവുമ്പോൾ അപ്പോൾ പ്രോബ്ലംസ് മറ്റൊരു പ്രകാരത്തിലായിരിക്കും ഉണ്ടാവുന്നത്. സെയിം പ്രോബ്ലം ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. പ്രശ്നം മറ്റൊരു പ്രകാരത്തിലാവുമ്പോൾ അമ്മായിയമ്മയ്ക്ക് ആ സമയത്ത് എന്താണ് തോന്നുകയെന്നോ, ഞാൻ എൻ്റെ മരുമകൾക്ക് ഒരു കഷ്ടവും നൽകുന്നില്ലല്ലോ. പലപ്പോഴും അവളെ ഉപദേശിച്ചിട്ടുണ്ട്, ശാസിക്കാറുണ്ട്. എൻ്റെ അമ്മായിയമ്മ എന്നെ കഷ്ടപ്പെടുത്തിയിരുന്നല്ലോ, എൻ്റെ അമ്മായിയമ്മ എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തിയിരുന്നു, ശരിക്ക് ആഹാരം തരാറില്ല, വളരെ കുറച്ചേ തരാറുള്ളൂ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ, എന്നെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സിനിമ കാണാൻ പോലും അവർ അയക്കാറില്ലായിരുന്നു, ഞാൻ നിന്നെ ആദ്യം മുതൽക്കേ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എനിക്ക് കിട്ടിയ ഒരു അമ്മായിയമ്മയെ പോലെ നിനക്ക് കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ അറിയാമായിരുന്നു. അമ്മായിയമ്മ അത്തരം പ്രശ്നങ്ങളൊന്നും മരുമകൾക്ക് കൊടുക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ മരുമകൾ കലി കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങും. അവൾക്ക് അമ്മായിയമ്മയുടെ കൂടെയുള്ള പ്രോബ്ലം വേറെയാണ്. അവൾ ചോദിക്കും, ഈ പ്രശ്നം നിങ്ങൾ എന്താ സോൾവ് ചെയ്യാതിരിക്കുന്നത്? അമ്മായിയമ്മയായി തലയിൽ കയറി ഇരിക്കുകയല്ലേ. സി ഹൗ ദിസ് ഈസ്. ഇങ്ങനെയുള്ള സൈക്കോളജിയാണ് പ്രശ്നം. അമ്മായിയമ്മ പറയും, ഞാൻ നല്ലവളാണ്. മരുമകൾ ചോദിക്കും, ആര് പറഞ്ഞു നിങ്ങൾ നല്ലവളാണ് എന്ന്? എല്ലാ അമ്മായിയമ്മമാരും ഇങ്ങനെയാണ്. പ്രോബ്ലംസ് ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. ജനറേഷൻസ് ചേഞ്ച് ആവുന്നു, സർക്കംസ്റ്റാൻസസ് ചേഞ്ച് ആവുന്നുണ്ട്. തിന്നുന്നതിനും കുടിക്കുന്നതിനും സിനിമ കാണാൻ പോകുന്നതിലും ഒന്നും അമ്മായിയമ്മ തലയിടില്ല. കാരണം അവർക്കറിയാം, അവർ പറഞ്ഞാലും മകൻ കേൾക്കാൻ പോകുന്നില്ലെന്ന്, മരുമകൾ കേട്ടാലും മകൻ കേൾക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനിതിൽ തലയിടില്ല. പക്ഷേ പ്രശ്നം വേറെന്തെങ്കിലും ആയിരിക്കും, അല്ലേ? പോസസീവ്നെസ് ഉണ്ടാവുന്നു. കയ്യിൽ പൈസയുള്ളത് കൊണ്ട് സ്വന്തം കയ്യിൽ തന്നെ വെക്കും. അലമാരിയുടെ ചാവി തൻ്റെ ഇടുപ്പിൽ കുത്തിക്കൊണ്ട് ചിലും ചിലും എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് പ്രശ്നമുണ്ടാവുന്നത്. എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഞാൻ വിദ്യാഭ്യാസമുള്ളവളാണ്, എനിക്കും വീട് കൊണ്ട് നടത്താൻ നന്നായിട്ട് അറിയാം. ഇവിടെയാണ് വീക്ക്നെസ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിന് അവസാനം ഉണ്ടാവുന്നില്ല. ഓരോരുത്തരുടെയും അണ്ടർസ്റ്റാൻഡിങ്ങിൽ രണ്ടുപേരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ പറ്റില്ല. അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. എന്ത് തന്നെയായാലും പരസ്പരം അക്സെപ്റ്റ് ചെയ്യണം. അതായത് ഹ്യൂമൻ റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെയായിരിക്കും. ആർക്കും ആരെയും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഉള്ളിൽ നടക്കുന്നത് ആർക്കും അറിയില്ല. ദാറ്റ്സ് ട്രൂ. എന്നാൽ സാമർഥ്യമുള്ളവർ സമർത്ഥതയോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് സാമർഥ്യപൂർവ്വം ഇതിൽ നിന്ന് പുറത്തു കടക്കാനാവും. നിഷ്പ്രയാസം പുറത്തു കടക്കാം.